ഭർത്താക്കന്മാർക്കും മക്കൾക്കും ഇവർക്കൊക്കെ ഒരു വിചാരമുണ്ട്. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ തിരുമ്പാനുള്ളതാണ്, തുടക്കാനുള്ളതാണ്, അടിച്ചു വാരാനുള്ളതാണ്, ഭക്ഷണം ഉണ്ടാക്കി തരാനുള്ളതാണ്. സത്യത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെട്ട, ഏറ്റവും കൂടുതൽ ആദരിച്ച, ഏറ്റവും കൂടുതൽ വർണ്ണിച്ച ഒരു വിഭാഗമാണ് പെണ്ണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസാ എന്ന് പറഞ്ഞിട്ട് ഒരു സൂറത്ത് പോലും ഉണ്ട് പെണ്ണുങ്ങളെ പേരിൽ. നബിതങ്ങൾ പലപ്പോഴും എത്രയോ ഹദീസിലൂടെ വളരെ വർണ്ണിച്ച് പറഞ്ഞ ഒരു വിഭാഗമാണ് പെണ്ണ്. പക്ഷെ സത്യത്തിൽ പെണ്ണിൻ്റെ വില പെണ്ണിന് അറിയില്ല എന്നുള്ളതാണ്. അതിന് വേണമെങ്കിൽ നമുക്കൊരു ഉദാഹരണം പറയാം. ഒരു കോഴിമുട്ട. ഇതാ തോലിൻ്റെ ഉള്ളിലിങ്ങ് നിൽക്കുന്ന സമയത്ത് വളരെ മനോഹരവും വിറ്റാമിനൊക്കെ ഉള്ള നല്ല പ്രോട്ടീനാണ്. ആ തോലൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അത്രയും ദുർഗന്ധം വമിക്കുന്ന മറ്റൊരു വസ്തു നമ്മുടെ വീട്ടിനുള്ളിലൊന്നും ഉണ്ടാവില്ല. ഇതുപോലെയാണ് പെണ്ണെന്ന് പറഞ്ഞാൽ. അത്രയും മഹത്വം, ആ മഹത്വം മനസ്സിലാക്കുകയാണെങ്കിൽ അത്രയും മഹത്തുള്ള, അത്രയും ഭംഗിയുള്ള ഒരു വിഭാഗമാണ് പെണ്ണ്. അതുകൊണ്ടാണ് ആ പെണ്ണിനെക്കുറിച്ച് പറയുന്ന സമയത്ത് അവരിങ്ങനെ ഒതുങ്ങി ആ അച്ചടക്കത്തിൽ അവരെ ശരീരഭാഗം കാണാതെ അവരെ മുഖം മറച്ചുകൊണ്ട് വീടിൻ്റെ അകത്തളത്തിൽ എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഓലൊരു ഭീകരജീവി ആയതുകൊണ്ടല്ല. നമുക്കറിയാം, നമ്മൾ സ്വർണം നമ്മളിങ്ങനെ പെരയിൽ എല്ലാവരും കാണുന്നിടത്തുകൊണ്ടാണ് തൂക്കിയിടൂല. അത് അൾമാറിൻ്റെ ഉള്ളിൽ പെണ്ണുങ്ങന്മാർക്ക് അറിയാം എവിടെ വെക്കുക എന്നുള്ള. അത്രയും ഭദ്രമായി എടുത്തു വെക്കും. എന്ത് കാരണം? അത്രയും സൂക്ഷ്മതയുള്ള, സൂക്ഷിക്കേണ്ട ഒരു വസ്തുവാണ്. അതുപോലെയാണ് പെണ്ണും. അത്രയും ബഹുമാനിക്കേണ്ട, അത്രയും സ്നേഹിക്കേണ്ട, അത്രയും വാഴ്ത്തപ്പെടേണ്ട ഒരു വിഭാഗമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നാളെ നമ്മളെ സ്വർഗത്തിലേക്കൊക്കെ എത്തിക്കാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ള ഒരു വിഭാഗം പെണ്ണാണ്. പെണ്ണൊരുമ്പെട്ടാലെന്നൊക്കെ നമ്മൾ പണ്ട് കേൾക്കാറുണ്ട്. സത്യമാണ്. ഒരു പെണ്ണ് വിചാരിച്ചാൽ ഈ ലോകം തന്നെ മാറ്റിമറിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞത് അത്രയും ശക്തിയുള്ള, അത്രയും പവർഫുള്ളാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ പണ്ട് ചില ഭർത്താക്കന്മാരൊക്കെ ചിലപ്പോൾ ഭാര്യമാരോട് ചോദിക്കും, "അനക്ക് ഇവിടെ എന്താണ് പണിയുള്ളത്? നമ്മൾ പുറത്ത് പോയി അധ്വാനിച്ച് വരല്ലേ, വരുമ്പോൾ അനക്ക് ഇതാക്കി കൂടെ എന്നൊക്കെ ചോദിക്കും അല്ലേ?" അപ്പോൾ രസകരമായിട്ട് പയ്യന്മാരൊക്കെ പറയാറുണ്ട്, "എനിക്ക് തിരുണ കസാരം ഇങ്ങനെ തിരുണ പണിയാണെന്നുള്ളത്" മറുപടിയായിട്ട്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ഉമ്മമാരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവതികളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ പണിക്കും പ്രതിഫലമുണ്ട്. നിങ്ങൾ വീട്ടിൽ എന്ത് ചെയ്താലും കൂലി കിട്ടുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ തിരുമ്പാണെങ്കിലും, തുടക്കുകയാണെങ്കിലും, അടിച്ചു വാരുകയാണെങ്കിലും, ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും, ഇതിങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങളിങ്ങനെ വിചാരിച്ചു ഇതിനൊക്കെ കൂലിയോ അല്ലേ? പലപ്പോഴും കുറേ തിരുമ്പാനുണ്ടാവും, ഇന്ന് കുറേ തിരുമ്പാണ്ടല്ലോ എന്ന് പറഞ്ഞ് ബക്കറ്റെടുത്ത് പോകുന്ന ആളുകളാണ് നമ്മൾ. അല്ലെങ്കിൽ ഇങ്ങനെ തുടക്കുന്ന സമയത്ത് മുന്നിൽ കൂടെ മോനെ കണ്ട് മണ്ടിക്കഴിഞ്ഞാൽ, ചവിട്ടിക്കഴിഞ്ഞാൽ ഡാന്ന് പറഞ്ഞ ഒച്ചപ്പാടുണ്ടാക്കുന്ന ആളുകളാണ് നമ്മൾ. സത്യത്തിൽ ഇതിനൊക്കെ കൂലിയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ നിയ്യത്തുണ്ടായാൽ മതി. ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അള്ളാഹു, ഈ ഭക്ഷണം എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും അവരെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്, അവരെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എന്ന് കരുതിക്കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഭർത്താവ് പറയാണ് ഭക്ഷണം രസമില്ല എന്ന് പറയുന്ന ഭർത്താവിന് വരെ ഭക്ഷണം നല്ല രസമുണ്ടാവും. കാരണം ഭക്ഷണം നല്ലതാവൽ അതിലൊരുപാട് മസാല ചേർക്കുമ്പോഴല്ല, നല്ല ഭംഗിയായി ഉണ്ടാക്കുമ്പോഴാണ്, സ്നേഹത്തോടെ ഉണ്ടാക്കുമ്പോഴാണ് ഭക്ഷണത്തിൻ്റെ സ്വാദ് കൂടുക. അതുകൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഭർത്താവിനും മക്കൾക്കും അവരെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എന്ന് നിയത്ത് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിനും കൂലിയാണ്. തിരുമ്പുന്ന സമയത്ത് അള്ളാഹുവിനെ വൃത്തി ഇഷ്ടപ്പെടുന്നവനാണ്, നിസ്കരിക്കപ്പെടാനുള്ളതാണ്, അല്ലെങ്കിൽ വൃത്തിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ അതിനും കൂലിയാണ്. തുടക്കണ സമയത്ത് അള്ളാഹുവിനെ വൃത്തി ഇഷ്ടപ്പെടുന്നവനാണ്, എൻ്റെ വീട് ഞാൻ വൃത്തിയാക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിനും കൂലിയാണ്. അങ്ങനെ ഒരു പെണ്ണ് വീട്ടിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന എല്ലാത്തിനും അവർക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ ഉമ്മമാരോടും പറയാനുള്ളത്, നിങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ വില നിങ്ങൾക്കറിയാം. പണ്ട് നമ്മൾ പറയാറുണ്ട്, ആനക്ക് ആനൻ്റെ വലിപ്പം അറിയില്ല എന്നുള്ളത്.